ഗൈസ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ് ഒക്കെ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് ഒരു BR മാച്ചായിട്ടാണ്. BR മാച്ചായിട്ടാണ് കിട്ടില്ല പോലത്തെ ഗെയിം പ്ലേ കാണിക്കണം. അവസാനം വരെ കാണാം എല്ലാവരും. അപ്പോൾ നമ്മളെ പുതിയ അക്കൗണ്ടിലാണ് നമ്മളിപ്പോൾ കളിക്കാൻ പുതിയ അക്കൗണ്ടിൽ നമ്മളൊരു ജസ്റ്റ് പുതിയതായിട്ടൊരു കൂട്ടുകാരനെ വേണ്ടി തുറപ്പിച്ചിട്ട് അങ്ങനെ കളിക്കുന്ന ഒരു ഗെയിമാണ്. വെറുതെ ഡു വേഴ്സസ് സ്ക്വാഡ് കളിച്ച് നോക്കിയാണ്. ഡു വേഴ്സസ് സ്ക്വാഡാണ് ഡു ആണോ എന്ന് അറിയത്തില്ല. നമ്മൾ എന്തായാലും കളിച്ചിട്ട് നോക്കിയാൽ ഡുവോ ആണ്. നമുക്കടുത്ത് നമ്മൾ ഫാക്ടറി പുതിയ വന്ന ഫാക്ടറി ഉണ്ടല്ലോ, അവിടെയാണ് ഇറങ്ങണം. അവിടെ ഇറങ്ങിയിട്ട് അത്യാവശ്യം കില്ലൊക്കെ ഇടും. ഈ അക്കൗണ്ടിട്ട് മാക്സാണ്. സാൻഡിനോട് സൗണ്ട് കേൾക്കണം. അടിയിലൊക്കെ ഫുൾ എനിമിയാണ്. അപ്പം പറയണ്ട ഓടിത്തളിക്കും എനിമിയുണ്ട്. അങ്ങനെയൊക്കെ അപ്പം ഞാൻ ലൂട്ടൊക്കെ എടുക്കാമെന്ന് പറഞ്ഞ് എടുക്കടുത്ത് നോക്കി ബാഗ് കിട്ടണം. ബാഗ് എന്തിനൊക്കെ നമ്മളെ ഫ്രണ്ട് UMP കണ്ടപ്പോൾ ചെന്ന് എടുത്ത് ഡാമേജ് കൊടുത്താൽ ഉണ്ടാവുന്നതായി താഴെ ഡൗണായി പറ്റിയത് ഏതോ ചെക്കാനൊക്കെ എടുക്കുന്നത്. ലോങ്ങിൽ നിന്നൊക്കെ എനിമിയൊക്കെ കഴിഞ്ഞു. പിന്നെ ഡ്രോൺ ഇട്ട് ഒരു ഫുൾ റെഡ് കൊടുത്ത് അവനെ കുത്തി പിടിച്ച് ടീം അങ്ങോട്ട് വൈപ്പാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ കേക്ക് എടുത്ത് നൈസിന് അന്ന് ബുള്ളറ്റൊക്കെ എടുത്ത് റീലോഡ് ചെയ്ത് വരുന്നു. പെട്ടെന്ന് ടീമേജിന് വരെ ഡാമേജ് ആയിട്ടുണ്ട്. അവൻ ചത്തൊരു വീണ് പൊങ്ങി. നമ്മളെ സ്കോപ്പൊക്കെ കിട്ടിയാറുണ്ട്. ചോദിച്ചാൽ ഡൗൺ ഇട്ടങ്ങനെ അതങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്ത്. പിന്നെ അവനെങ്ങനെ അടിക്കുമെന്നാണ് അത് ഇടിച്ച് മൂടി കഴിച്ച എങ്ങനെ ഇപ്പോൾ പുതിയതായിട്ട് വന്നേക്കുന്ന ഫുട്ബോളൊക്കെ അതൊക്കെ എടുത്ത് നൈസിന് അങ്ങനെ എടുത്തേക്ക് റഷ്യനാണ്. പിന്നെ ഞാൻ എടുക്കാൻ നോക്കുന്ന UMP ആയിട്ടുണ്ട്. അങ്ങനെ കൊന്നിട്ടുണ്ട് അവനെ. സൈലൻസർ കിട്ടുന്നില്ല. സൈലൻസർ നൈസിൻ്റെ നല്ല ലൂട്ടൊക്കെ എടുത്ത് UMP നല്ല UMP എന്നൊക്കെ പറഞ്ഞിരിക്കണമായിരുന്നു. UMPക്കൊക്കെ ഞാനൊന്നും കളിക്കാൻ പറ്റുന്നുണ്ട്. UMPക്കൊക്കെ ചുറ്റി കടിച്ച് പൈസ അങ്ങനെ തീർത്ത്. ഞങ്ങൾ പൈസയൊക്കെ ടോക്കണൊക്കെ കളക്ട് ചെയ്ത് നൈസിന് അങ്ങോട്ട് കറങ്ങനെയാണ്. അപ്പം അങ്ങനെ നൈസിന് ഫുട്ബോളൊക്കെ ആയിട്ട് കറങ്ങി ഇങ്ങനെ വന്നപ്പോൾ നോക്കാത്തത് ആ ചെക്കന്മാരെ ഡ്രോപ്പ് എടുക്കാൻ നോക്കിയത്. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നോക്കാത്തൊരു ഫുട്ബോൾ പോണ്. ഏക്കരാണെങ്കിൽ സൈലൻസ് ഉള്ളതുകൊണ്ട് കുറച്ച് ഡാമേജ് കൊടുത്തു. പക്ഷേ നമ്മളെ കണ്ടിട്ടുണ്ടായിരുന്നു. ഫ്രണ്ടിലേക്ക് ഒരു ബ്ലൂട്ടിട്ട് മറ്റേ സാധനമാണ് മറ്റേ ഷീൽഡ് ഒന്നും ഉണ്ടായി. ഇതേ ഊങ്കോങ്ങായിട്ട് എനിക്ക് അവൻ അങ്ങോട്ട് വൈപ്പ് ചെയ്തൊക്കെ ഒറ്റ ടീമായിട്ടാണ് ഡ്രോപ്പ് എടുക്കാൻ നിൽക്കുന്നത്. നൈസ് ഏതാ ആ ലൂട്ടൊക്കെ അവന് കൊടുത്ത് അങ്ങനെ. അപ്പോൾ എനിക്ക് 5 കില്ലായിട്ടുണ്ട് ഇപ്പോൾ തന്നെ. ഇവിടെ നിന്ന് തന്നെ 5 കില്ലായി. പിന്നെ എനിമിനെ തൊപ്പിങ്ങനെ പോകാത്തൊക്കെ നമ്മുടെ ടീമേറ്റിന് ഇങ്ങനെ ഡാമേജ് കൊണ്ട്. അപ്പം ഡാമേജ് കൊണ്ടാകും. അപ്പം നേരത്തെ കൊണ്ടാന്ന് പറഞ്ഞായിരുന്നു. അപ്പം നൈസിന് ഡ്രോപ്പ് എടുക്കാൻ നിൽക്കുമ്പോഴൊക്കെ ലോങ്ങിൽ 2 പേര് നമ്മൾ പോയിട്ട് അവിടെ കണ്ടിട്ടില്ല. ഞാൻ ഒരുത്തിനങ്ങോട്ട് ഫുൾ അടിച്ച് അങ്ങോട്ട് അവനെ കുത്തി പിടിച്ചങ്ങോട്ട് അവനെ എടുത്തിട്ടുണ്ട്. എൻ്റെ മോനെ അപ്പം തന്നെ 7 കില്ല്. കിട്ടിയില്ല പോലത്തെ കില്ലൊക്കെ വാരി കൂട്ടിയൊക്കെ നമ്മളങ്ങനെ നൈസിന് ഓടണേണ്. എനിമിനെ തപ്പി ഓടി. പിന്നെ നമുക്കടുത്ത് എൻ്റെ ടീമേറ്റിന് നല്ല ഡാമേജ്. നമുക്കടുത്ത് എനിമി എവിടെയാണ് നോക്കടുത്ത് എനിമിനെ കാണാമല്ലോ. നമ്മൾ നെയ്ഡ് അങ്ങോട്ട് ഒക്കെ എറിഞ്ഞ് അങ്ങനെ കറങ്ങി ഇവിടെ നിന്നപ്പോൾ നെയ്ഡ് പൊട്ടി. പക്ഷേ കില്ലിട്ടില്ല. ഇപ്പോൾ സോണിൻ്റെ അവിടെ നിന്ന് ഇവിടെ പൊട്ടാണ്. അപ്പം നമ്മൾ അവൻ്റെ എനിമി ഉണ്ടെന്ന് വെച്ചെന്ന് അതൊക്കെ അവിടുത്തെ എനിമിയുടെ കുത്തി പിടിച്ച് അവനെ അങ്ങോട്ട് എടുത്ത് ബാക്കിൽ കൂടെ ആരോ പോകണമെന്ന് തോന്നിയായിരുന്നു. അപ്പം പറഞ്ഞു ബാക്കിൽ കൂടെ എനിമി ബാക്കിൽ മനസ്സിലായി. ഇന്ത്യയിലൊക്കെ വിളിച്ച് നോക്കുന്നത് ബാക്കിലായിരുന്നില്ലേ. ഇതെന്ത് തേങ്ങ എനിമി എന്ന് പറഞ്ഞിട്ട് എവിടെ എനിമി ഉണ്ടായിരുന്നു. എനിമീനെ തപ്പി പുറത്ത് ഇല്ല, എനിമിയൊന്നും ഇല്ല കഴിച്ചു. അപ്പം തന്നെ 8 കിലോമീറ്റർ സേഫ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പുറമേ ഇങ്ങനെ കറങ്ങി ചെന്ന് ആ ലൂട്ടൊക്കെ എടുത്ത് നൈസിന് അവിടെ ഡ്രോപ്പ് കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ AWM-ലാണ് നോക്കണം. ഡ്രോപ്പെല്ലാം നോക്കണം AWM-ലാണ്. ഞാൻ ഡബിൾ സ്നൈപ്പർ കളിക്കാമെന്ന് വെച്ചാൽ എല്ലാ കളിയൊക്കെ. അതുകൊണ്ട് അവസാനം ഞാൻ ഡബിൾ സ്നൈപ്പർ കളിച്ചിട്ടൊരു കളിയുണ്ട് കേസൊക്കെ. അതെല്ലാവരും മറക്കാതെ കാണണം. എല്ലാവരും വെയിറ്റ് ആൻഡ് സീ കേസൊക്കെ. എല്ലാവരും വെയിറ്റ് ചെയ്ത് ക്ഷമയോടെ കാണാം. പിന്നെ മിഡ് ഡ്രോപ്പിൽ AWM സ്നൈപ്പർ കിട്ടും എന്ന് വിചാരിച്ചെന്നപ്പോൾ അവിടെ SVD എൻ്റെ മോനെ അതൊക്കെ മേളെടുത്തിന് പോകുന്നുണ്ട്. പക്ഷെ ഞാൻ കണ്ടിട്ടില്ലാണ്.
ഞാനിപ്പോൾ ഈ റെക്കോർഡ് എടുത്ത അവനെ കാണണം. നോക്കി അത് വണ്ടിയിലെടുത്ത മോന് അവനങ്ങനെ കുത്തിപ്പിടിച്ച് അവനെ ഡൗൺ ഇട്ട് നോക്കി. പിന്നെ നമ്മിങ്ങനെ കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. വേണ്ട, കംപ്ലീറ്റ് ചെയ്യണം, സോണി പിടിച്ചത്തോളും, നമുക്ക് സോണിൽ കയറാം. അങ്ങനെയൊക്കെ വെറുതെ ഫ്രണ്ടിൽ ഇപ്പോഴാണ് എന്നെ ശരിക്കും അവനെ കാണാൻ. റെക്കോർഡ് ചെയ്യുന്നപ്പോൾ സൈഡിൽ ഞാൻ കണ്ടായിരുന്നു, പക്ഷെ ഇപ്പോഴാണ് എന്നെ ശരിക്കും അവനെ കാണാൻ കണ്ട കില്ലിട്ട്. അപ്പം ഞാൻ പറഞ്ഞു അവിടെ നോക്കിട്ട അവനകത്ത് കില്ലില്ല. ഓക്കെ, ഞാൻ അടിക്കണം കൊണ്ട് ഓക്കെ പാറിന് എഡിയെപ്പിടിയൊക്കെ അടിച്ചിട്ട് കഴിച്ചു എൻ്റെ അവനെ. ഓക്കെ, 10 കില്ലൊക്കെ അവിടെ സേഫാക്കി 10 കില്ല് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിങ്ങനെ റേസിന് ഓരോന്നൊക്കെ ഇട്ട് നോക്കി സോണ് പെട്ടെന്ന് കുറച്ച് ലൈഫ് അധികം കളയാനുള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് സോണിലൊക്കെ കയറാൻ വിചാരിച്ചു. പിന്നെ നമ്മൾ സോണിൽ പോയി കുതിരയായിട്ടൊക്കെ ടീമേറ്റ് വന്നേക്കണേ. അത് പിന്നോക്കടുത്ത് നമുക്ക് ഡബിൾ സ്നൈപ്പർ ഇട്ടിരിക്കണേ. എൻ്റെ മോനെ ഡബിൾ സ്നൈപ്പർ ഇട്ടി എൻ്റെ മോനെ വിഷയം കളിയായിരിക്കും. നമ്മുടെ ടീമേറ്റിനെ അടിക്കാൻ നോക്കിയാൽ നമ്മൾ ഒരു 150 കൊടുത്ത് കയറി അടിച്ചോളാന്ന് പറയുമ്പോൾ അവൻ്റെ ഓറുണ്ട്. ഓക്കെ, അവൻ്റെ ഫുൾ റെഡ് അടിച്ച് എൻ്റെ മോനെ അതെങ്ങനെയാടാ. ഞാൻ അവിടെ എനിമുണ്ട്, ഞാൻ കണ്ടില്ല. ഞാൻ വെച്ചാൽ ഇവിടെ സേഫായിട്ട് ഇറങ്ങിയിട്ട് നൈസിന് അടിച്ചിട്ട് എല്ലാത്തിനും ഓക്കെ നിലത്തു നൈസ്. ഓക്കെ, നൈസ് അവിടെ തന്നെ നിന്ന് ബെഡടിച്ച്. ഓക്കെ, ഞാൻ മറ്റേ എനിമി അവിടെ തന്നെ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഇവിടെ നിൽക്കണേ. പക്ഷെ മറ്റേ എനിമി എവിടെ പോകുമെന്ന് അറിയത്തില്ല. ഓക്കെ, ഇങ്ങോട്ട് വരുമ്പോൾ അടിക്കാമെന്ന് വെച്ച്. ഓക്കെ, നമ്മുടെ ടീമേറ്റിനെ പൊക്കാൻ പോയപ്പോൾ അവൻ ചത്തുപോയി എൻ്റെ അവന്. പിന്നെ നമ്മൾ നൈസിന് പൊക്കി വിടാമെന്ന് വിചാരിച്ച് സോണിൻ്റെ ഉള്ളിൽ കയറി ഒന്നും നോക്കിയില്ല. ഇങ്ങനെ വിളിക്കാൻ നോക്കുമ്പോൾ കാണല്ലോ. അവനും കൂടെ പോയി ചെന്നാലും തപ്പി പിടിച്ച് കൊല്ലും. ഓക്കെ, നമ്മളെ നൈസിന് ഇതും കാര്യങ്ങളും പൊക്കി വിട്ടിട്ട് അപ്പോൾ ടാങ്ക്സ് ആക്കി. നമ്മുടെ ടാങ്ക്സൊക്കെ എന്തിടാം കളിക്കാത്ത അതൊക്കെ ഉണ്ടാവും. ഓക്കെ, അന്നോ കാര്യമൊക്കെ ഉണ്ടാവും. നോർമൽ കളിക്കണ കളിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഓക്കെ ഗൈസ്, ഇവരുടെ ഈ സിറ്റുവേഷനിലാണ് സോണിൻ്റെ ഏതോ അറ്റത്തൊക്കെ പോയേക്കണം ഗൈസ്. എങ്ങനെയാണെന്ന് അറിയത്തില്ല. വണ്ടീൻ്റെ സൗണ്ട്. ഓക്കെ, ഞാനിവിടെ വണ്ടി എവിടെയാണ് വണ്ടീനെ നൈസിന് അടിച്ചിടാം വണ്ടിക്കാരനെ. ഓക്കെ, അപ്പോൾ കണ്ട് പക്ഷെ ഞാൻ അടിക്കാൻ പറ്റില്ല എൻ്റെ മോനെ. അതൊരു ഇതായിരുന്നു, അടിക്കാൻ പറ്റിയില്ല. നമുക്കടുത്ത് ഇതേ പോണവൻ 150 കൊടുക്കാൻ നോക്കി ഒന്നും കൊണ്ടില്ല. പൊട്ടെന്ന് ഞാൻ ചത്തുന്ന് വിചാരിച്ചു. ആ പൊട്ടനാണ്ട് എങ്ങനെയൊക്കെ അടിച്ചിട്ട് അതും ഞാൻ അടിച്ചിട്ട് കേസ് ഹെഡ് ഷൂട്ട് അടിച്ചിട്ട് അവന് അങ്ങനെ എൻ്റെ അവന് ഞാൻ തന്നെ ഇട്ട് പോയി. ഞാൻ ഹാക്കറാണ് ഞാൻ. അപ്പോൾ ആ ടീമിൽ 4 പേരുള്ളൂ സിമ്പിളായിട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ പതുക്കെ കളിച്ചാൽ മതിയിട്ട് മെല്ലെ പതുക്കെ. ഒക്കെ ഈ കളി പോയി എന്തായാലും വേണം അങ്ങനെയൊക്കെ പറഞ്ഞിടത്ത് നമ്മൾ നൈസിന് ഇന്ത്യയിലൊക്കെ വലിച്ച് നോക്കരുത്. ഓക്കെ, ഇതൊക്കെ ഫ്രണ്ടിൽ 2 എനിമി എൻ്റെ മോനെ കിട്ടിയ കൂട്ടിയില്ലെങ്കിൽ ചട്ടി അങ്ങനെ പറഞ്ഞ് തന്നെ സ്കോപ്പിൽ തന്നെ ഡൗൺ ഇട്ട് പിന്നെ മറ്റേ തൊട്ടപ്പോൾ അവനെ ടീം വൈപ്പായി. എങ്ങനെയൊന്നും അറിയത്തില്ല, വൈപ്പായിട്ട് ഇനി ഒരാളും കൂടി ഉള്ളു. ഒറ്റ ഒരാളും കൂടി ഉള്ളു. ഓക്കെ, നമ്മൾ നൈസിനവന്മാർ തപ്പണാണ്. ഞാൻ വിചാരിച്ചു ഇതിൻ്റെ മേളിൽ ഉണ്ടെന്ന്. ഓക്കെ, മേളിൽ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിവിടെ നോക്കും ഗൈസ്. ഓക്കെ, മേളിലേക്ക് തപ്പണയാണ് ഗൈസ്. ആ സമയത്താണ് ഒരു ലാസ്റ്റ് നിങ്ങൾ കാണണം. ലാസ്റ്റ് എന്തായാലും കാണണം ഗൈസ്. ഇപ്പോൾ 1v1 സിറ്റുവേഷനാണ് വിത്ത് ഡബിൾ സ്നൈപ്പ്. അവൻ്റെ MB14 ഇങ്ങനെ തീർന്നു ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ അവനെ തപ്പി നടക്കാത്താണ് ഗൈസ്. നമ്മി മറ്റേ ഈ കുന്ന് കയറി പോകത്ത് നോക്കി നമുക്ക് ഈ കോട ക്യാരക്ടർ ഒന്നെങ്കിൽ 150 നമ്മൾ ഹെഡ് അടിക്കാൻ നോക്കിയാൽ പറ്റിയ ഗൈസ്. ഓക്കെ, ഞാൻ ഹാക്കറാണ് ഗൈസ്. ഓക്കെ, ഇവിടെ നിന്ന് അതും അടിക്കാൻ പറ്റില്ല. അമ്മ കളി എൻ്റെ അങ്ങനെ അവനെ അടിച്ചുറക്കിയിട്ട് നമ്മൾ ബൂലി അടിച്ചിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ പിന്നെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോഴത്തേനും ബൈ.